ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ജനുവരി തയ്യാറെടുപ്പ് കഴിഞ്ഞോ? തീരുമാനമെടുത്ത് കഴിഞ്ഞോ? എന്താണ് ഇവിടുന്ന് ഈ അണിയറയിൽ നിന്നുള്ള കരുനീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ മനസ്സിലാവുന്നത് എന്താ? ഓരോ ദിവസവും കഴിയുന്തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഘടകങ്ങൾ വികസിച്ച് വരികയായിരുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെ നിലമ്പൂർ എന്ന് പറയുന്നത് നിശ്ചയിച്ചുറപ്പിച്ച നന്മയുടെ, നിശ്ചയിച്ചുറപ്പിച്ച രാഷ്ട്രീയ ഉണർവിന്റെ ഒരു തട്ടകമായി മാറി. എന്നിട്ട് 9 കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്, ആ സർക്കാർ ഭരണം, അതിന്റെ ഭാഗമായി നാട്ടിൽ നേടിയിട്ടുള്ള വികസന നേട്ടങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്? സ്കൂളുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ആശുപത്രികൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? റോഡുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? എന്തോ എങ്ങനെ ഈ പ്രദേശത്തെ ആളുകൾ പൊതുവിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കാൻ അല്പം കൂടിയുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്ന ശേഷി ഞങ്ങൾക്ക് മാത്രമാണുള്ളത് എന്ന് 9 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു, അൻവർ ഇവിടെ പ്രചരണ രംഗത്തില്ലല്ലോ, അൻവറിനെ കാണുന്നില്ല, അൻവറിന്റെ വണ്ടിയില്ല, പ്രശ്നം ഇവിടെ മാധ്യമങ്ങളുടെ ബഹളതായിരുന്നു. ഇന്നലെ നിലമ്പൂരിൽ നിന്ന് തുടങ്ങിയ റാലി യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ വഴിക്കടവിലായിട്ടും നിലമ്പൂരിലെ ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്ത വിധമുള്ള റോഡ് ഷോ ഞങ്ങൾ സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും. ആർക്കാണ് സംശയമുള്ളത്? ആർക്കായാലും സംശയമുള്ളത്? സമ്മതിച്ചേ? പല കാര്യങ്ങളും പറയട്ടോ. മത്സരിക്കില്ല എന്ന് പറയും, മത്സരിക്കും. അങ്ങനെ പല കാര്യങ്ങളും. നിങ്ങൾ എല്ലാവരും 23-ാം തീയതി ജനങ്ങളെ കാണുന്ന ആളാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ആരും വണ്ടി എടുത്ത് പോയില്ല. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അൻവർ ഇവിടെ ഉണ്ടാവും. അൻവർ ഇവിടെ ജയിച്ചിരിക്കും. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഞാൻ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നു. എന്തിനായിരുന്നു സർ നിങ്ങൾ ഈ പാവങ്ങളെ ചതിച്ചുകൊണ്ട് എന്തിനാ രാജിവെച്ച് ആ കസാര ഇപ്പുറത്ത് മാറ്റിയിരുന്ന് ഭരണപക്ഷത്തോട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിരുന്ന് ചോദിക്കാമായിരുന്നില്ല നിലമ്പൂരിന്റെ അവകാശങ്ങളും ആവശ്യങ്ങളും? ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നെങ്കിൽ MLA ആയിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണോ, അതോ പുറത്ത് വന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണോ കേരളത്തിൽ കാര്യങ്ങൾ നടപ്പിലാവുക? എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. കൂടെ ചേർന്നു ശ്രീ ജ്യോതികുമാർ, താങ്കൾ വരുമ്പോഴേക്കും ഞങ്ങൾ ഒരു റൗണ്ട് പൂർത്തിയാക്കി. അതായത് LDF ഉറച്ച വിജയം സുനിശ്ചിതം. അതെ അതെ, നമ്മൾ എറണാകുളത്ത് തൃക്കാക്കരയിൽ പങ്കെടുത്തിരുന്നു, പുതുപ്പള്ളി കണ്ടു, പാലക്കാട് കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട് കണ്ടു. അവിടെയൊക്കെ അനിൽകുമാറിന്റെ അവകാശവാദി തന്നെയായിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പുതുപ്പള്ളിയിൽ, കോട്ടയത്ത് അദ്ദേഹത്തിന് വലിയ വിജയപ്രതീക്ഷയായിരുന്നു. പാലക്കാടും അങ്ങനെയായിരുന്നു. ഇവിടെയും അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ദേശീയ തലത്തിലെയും രാഷ്ട്രീയ സാഹചര്യം പരിപൂർണമായും UDF അനുകൂലമാണ്. UDF സർക്കാർ 2016 അധികാരം ഒഴിയുമ്പോൾ 1.5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ 5 കോടിക്ക് മുകളിൽ 6 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ ബാധ്യത എന്ന് കൂടി നമ്മൾ മറക്കരുത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കേട്ടല്ലോ. 75,000 വോട്ടാണ്. അല്ല, ആദ്യം ബഹുമാനപ്പെട്ട ചാമക്കാലെ ഒന്ന് ആദരിക്കട്ടെ. തടയരുത്. 2016 ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2021 വന്നപ്പം ഇവരെ ആത്മവിശ്വാസം ഉണ്ടാക്കുക മാത്രമല്ല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, VD സതീശൻ ആഭ്യന്തരമന്ത്രി, ചാമക്കാല ഏത് മന്ത്രിയായിരുന്നു എന്നറിയില്ല. ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഇതാ മലപ്പുറത്ത് കേരളത്തിന്റെ വിസ്മയം, നിപ്പ രോഗിയെ മോചിപ്പിച്ച, ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയല്ലേ? അതെ അതെ. ഇത് തകരുകയല്ല, രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണെങ്കിൽ നിപ്പ രോഗി മരിക്കുമോ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിൽ ബഡ്ജറ്റ് എത്രയായിരുന്നു? 2016 മാർച്ച് 31 മാത്രമാണോ ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അതെന്താ ചേട്ടാ ഉപയോഗത്തിന് പോവാ? ആണോ? ഉപയോഗം കേൾക്കാൻ പോവാ. CPM-ന്റെ മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തില് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ പോണു? ഇവിടെ ചേട്ടാ ഇവിടെ എന്താ സംഭവിക്കാൻ പോണം? ഇവിടുത്തെ ആരോഗ്യ മേഖല 100% പരാജയം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും.
ശരി. പള്ളിയിലെ ടാർഗറ്റാണ് എന്റെ കണക്ക്. പുതുപ്പള്ളിയിലെ അത് റെക്കോർഡാണ്. റെക്കോർഡ് കൂടി ഉള്ളതാണ്. അല്ലേ? കാരണം LDF ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞു പോകണം. അത് 1-2 ആളുകളുടെ പ്രതികരണം കൂടെ എടുത്തിട്ട് മതിയോ? സ്വരാജ് പറഞ്ഞിട്ടുണ്ട് അൻവർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ആ ഒന്നും ചെയ്തില്ലെന്ന് സ്വരാജ് പറഞ്ഞില്ല. അർത്ഥം വേണ്ടോ? 9 വർഷം LDF ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പെട്ടെന്നൊരു മറുപടി എടുത്തു പോയത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയൊക്കെ ആണെങ്കിൽ അവിടേക്ക് പോകണം എന്നുള്ളൊരു ന്യായമായ ചോദ്യമാണ്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. നവകേരള സദസ്സിന്റെ വേദിയിൽ നവകേരള സദസ്സിന്റെ വേദിയിൽ മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ അന്നത്തെ MLA പറഞ്ഞു. എന്താ പറഞ്ഞത്? 2215 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ തന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് മലയോര പാതയിലേക്ക് വരാം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മലയോര പാതയിലേക്ക് വരും. അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഏതാണ് പ്രശ്നം? അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഈ ആരോഗ്യമേഖല ഇത്രയൊക്കെ മെച്ചപ്പെട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് USA പോകണമെന്ന് പറയാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കൃത്യമായിട്ട് പറയാം. ആരോഗ്യ മേഖലയുടെ ഒന്നാമത്തെ നേട്ടം എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യ മേഖലയുടെ മികവുകളിൽ നമ്പർ 1 ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനം കേരളത്തിന് ആരോഗ്യ മേഖലയ്ക്ക് തരുന്നത് നീതി ആയോഗാണ്. അതിനൊന്നും ഇല്ലേ? അതൊക്കെ ഓക്കെ. അപ്പൊ അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ തന്നെ ചോദ്യം? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. ശരി. അമ്മമാർ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. നിങ്ങളെ ആരോ താൻ എന്തൊക്കെയാ പറയുന്നേ? 2016 മുമ്പ് അങ്ങനെ തന്നെയല്ലേ? പാരാമീറ്റേഴ്സ് എല്ലാം കാലങ്ങളായി ആർജിച്ചതാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആ ആർജിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ആർദ്ര മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്. ഞങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്ന് പറയൂ. ശരി, തകർക്കുമെന്ന് പറഞ്ഞവരാണ്. ശരി, നമുക്ക് അടുത്ത റൗണ്ടിലാണെങ്കിൽ അതിന്റെ ഉത്തരം ഞാൻ ചോദിച്ചത് മറുപടി പറയണം. അല്ല അദ്ദേഹം മറുപടി പറയണം. ഒരു മറുപടി പറയാൻ അല്ല, ശരിയാണ്. നമ്മൾ എല്ലാരും കേട്ടു, ലൈവായിട്ട് ആളുകൾ കേട്ടു. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയാൻ അമേരിക്ക പോകണു. ആരോഗ്യ മേഖല ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം താല്പര്യമില്ലാന്നുള്ള കാര്യം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഉത്തരമില്ല. അങ്ങനെ നമുക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ കാശാ പോണ്. അതെ, ശരി ചേട്ടാ. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ള ചാമക്കാലയോടാണ്. 1920 ശേഷം വന്നിട്ടുള്ള സംഘപരിവാർ RSS, 1940 ശേഷം വന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി, 2000 കൂടെ വന്നിട്ടുള്ള SDPI, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലെ വോട്ട് വേണ്ടാമെന്ന് UDF പ്രതിനിധിക്ക് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല ഉണ്ടോന്നുള്ളതാണ് ചോദ്യം. ഈ അങ്ങനെയുള്ള ചങ്കൂറ്റം LDF ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടോന്നുണ്ട് ചോദ്യം കൂടി ഇല്ലേ? ഉത്തരവുണ്ടോ? പ്രായോഗിക രാഷ്ട്രീയത്തിന് ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടാന്ന് കേരളത്തിന്റെ മണ്ണിൽ M. സ്വരാജ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിട്ടുണ്ട്. M. സ്വരാജ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മറുപടി കിട്ടും. ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടാന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പത്തെ തീരുമാനം അതാണ്. നേരത്തെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും. നിർത്തി അവമാനിക്കുവാണെന്ന് എന്തു തെളിവാണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ നിലമ്പൂരിലാണ് പറഞ്ഞത്. എന്തു തെളിവ് എന്ന് പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടോ? അപ്പോ LDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് LDF-നെ പിന്തുണച്ചതെന്ന് CPM-ന്റെ പ്രതിനിധിയോട് സമ്മതിക്കുകയാണ്. അതല്ല ഉദ്ദേശം. അവർ മതരാഷ്ട്രവാദികളാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴും അവർ മതരാഷ്ട്രവാദികളായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. അതൊന്നും എനിക്കറിയാൻ മേല. ഉത്തരം പറയും, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. വോട്ട് കിട്ടിയിട്ടില്ലേ? അല്ല, പറയാം. വോട്ട് കിട്ടിയിട്ടില്ലേ? ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ വോട്ട് കിട്ടിയത്
പറയാം. വോട്ട് കിട്ടിയത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ആദ്യം ഇതൊന്ന് തീർത്തിട്ട് പറയാം. ഒന്ന് വെയിറ്റ് ചെയ്തേ. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്. കൂവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പോവാം. ഇല്ല പോവില്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. അല്ല അങ്ങനെ തന്നെ അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെ അല്ലല്ല അങ്ങനെ കൂവല് കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതിപ്പോ ഹൈ വോൾട്ടേജ് കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് കുറച്ച് UDF-ന്റെ പ്രവർത്തകർ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ പെരുമാറാനായാൽ അത് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് വ്യക്തമാക്കുകയാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അത് വഴങ്ങുന്ന പ്രശ്നമില്ല. വ്യക്തമാക്കുകയാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.